എ കിച്ചൺ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റോസ്റ്റഡ് ആൽമണ്ട് വിത്ത് ലെമൺ ആൻഡ് സോൾട്ടാണ് കാണിക്കുന്നത്. എയർ ഫ്രയറിൽ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അത് പീനട്ട് ആയാലും കാഷ്യൂനട്ട് ആയാലും ബദാം ആയാലും എന്ത് നട്ട്സും റോസ്റ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ആൽമണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ 1 കപ്പ് ആൽമണ്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 250 ml 1 കപ്പ്. അതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ അല്ലെങ്കിൽ 2 സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. പിന്നെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പുളി അധികമായിട്ട് ചേർക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയുണ്ട്. 2 സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുമ്പോൾ കുരുകളഞ്ഞ് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. നീര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ആദ്യം ചെറുനാരങ്ങയുടെ നീര് നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കി ആ നട്ട്സിലേക്ക് പിടിപ്പിക്കാം. അതിനുശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആ പുളിരസം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല ഉപ്പ് അവിടെയും ഇവിടെയുമായി പിടിച്ച് അത് ഒരു പ്രോപ്പറായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം നാരങ്ങയുടെ നീര് ഒഴിച്ച് നന്നായി ചേർത്തിളക്കിയതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായി മിക്സ് ആക്കിയ ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈസി ആയിട്ടുള്ള എയർ ഫ്രൈ റെസിപ്പിയും കറി റെസിപ്പീസൊക്കെ ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എയർ ഫ്രയറിൽ ആൽമണ്ട് റോസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ വെച്ചത് 170 ഡിഗ്രിയിൽ 8 മിനിറ്റ്സ് ആണ് വെച്ചത്. 160 180 ഇടയിലായിട്ട് 170 ഡിഗ്രിയിലേക്ക് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണ്. പുതിയ മോഡലുകളിൽ വേറെ തരമായിരിക്കും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും ടൈം സെറ്റ് ചെയ്യാനുള്ളത്. അത് ഓരോ എയർ ഫ്രയർ മോഡൽ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 170ൽ 8 മിനിറ്റ്സ് ആണ് വെച്ചത്. അത് 8 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുക. വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. എന്തായാലും നമുക്ക് ചൂടോടെ അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഒരു 3 to 4 മിനിറ്റ്സ് അത് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്തോട്ടെ. അപ്പം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് അത് കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവും. അല്ല നമ്മൾ ഈ 8 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കി അയ്യോ ഇതായില്ലല്ലോ എന്ന് തോന്നി ഒന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറുമ്പോഴേക്കും അത് വല്ലാതെ മൂത്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് 8 മിനിറ്റ്സ് ആണ് ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ആൽമണ്ട് റോസ്റ്റ് വിത്ത് ലെമൺ ആൻഡ് സോൾട്ട് റെഡി. ട്രൈ ചെയ്ത് അഭിപ്രായം പറയാൻ മറക്കരുതേ.